കഥയാരംഭിക്കുന്നത് കുട്ടികൾ പ്രത്യേക മാന്ത്രിക ശക്തിയോടെ ജനിക്കുന്ന ഒരു മാന്ത്രിക ലോകത്താണ്. അവിടെ 7 വയസ്സുകാരി നൂറിയെ നമ്മൾ പരിചയപ്പെടുന്നു. കുട്ടിക്കാലം മുതൽക്കേ താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് അവൾക്കെപ്പോഴും തോന്നിയിരുന്നു. നൂറിക്ക് വെറും 7 വയസ്സുള്ളപ്പോ ഒരു ദിവസം അവൾ തന്റെ കിടപ്പുമുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. പെട്ടെന്ന് തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പൂച്ചയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഉടൻ തന്നെ അവളിൽ വിചിത്രമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ശക്തമായ ഒരു പൂച്ചയുടെ മീശ അവളുടെ മുഖത്ത് വളർന്നു വന്നു. വൈകാതെ അവൾ ആ പൂച്ചയുടെ രൂപത്തിലേക്ക് പൂർണ്ണമായി മാറി. ആ നിമിഷം തന്നെ അവളുടെ അച്ഛൻ ആ മുറിയിലേക്ക് വരികയായിരുന്നു. നോറി ഒരു പൂച്ചയായി മാറിയിരിക്കുന്നതും പക്ഷേ ആ പൂച്ചയുടെ പുറകിൽ അസാധാരണമായി ചിറകുകൾ മുളച്ചു വരുന്നതും അദ്ദേഹം നോക്കിക്കണ്ടു. കണ്ട മാത്രയിൽ അദ്ദേഹത്തിന് അതിശയം തോന്നി. നോറിക്കുള്ളിൽ വളരെ അസാധാരണമായ മാന്ത്രിക കഴിവുണ്ടെന്ന് ആ നിമിഷം വ്യക്തമാവുകയായിരുന്നു. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം നോറി വളർന്നു വലുതായി. അവൾ തന്റെ അടുത്ത സുഹൃത്തായ റിയയോടൊപ്പം വളരെ പ്രശസ്തമായ മാന്ത്രിക വിദ്യാലയത്തിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ്. സേജ് അക്കാഡമി എന്നാണ് ആ മാന്ത്രിക സ്കൂളിന്റെ പേര്. റിയയ്ക്ക് തീ നിയന്ത്രിക്കാനുള്ള ശക്തിയാണുള്ളത്. പക്ഷേ അവൾക്ക് അക്കാര്യത്തിൽ ആത്മവിശ്വാസം കുറവായിരുന്നു. എന്നാൽ നൂറി എപ്പോഴും അവളെ പ്രോത്സാഹിപ്പിക്കുകയും അവൾക്കെന്തും ചെയ്യാൻ കഴിയും എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നോറിയുടെ സ്വന്തം മാന്ത്രിക ശക്തി അല്പം വിചിത്രമായിരുന്നു. അവൾക്ക് ഏതൊരു മൃഗമായും രൂപം മാറാൻ സാധിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവളൊരു മൃഗമായി മാറാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു മൃഗത്തിനു പകരം 2 or 3 മൃഗങ്ങൾ കലർന്ന വിചിത്രമായൊരു സങ്കര രൂപമായിട്ടായിരുന്നു അവൾ മാറിയിരുന്നത്. അവൾക്ക് അവളുടെ മാജിക് പവറിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നില്ല. കുറച്ചാഴ്ചകൾ കടന്നുപോയി. നോറിയും റെയ്നയും മറ്റ് കുട്ടികളോടൊപ്പം സേജ് അക്കാഡമിയിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലെത്തി. മറ്റു പല മാന്ത്രിക ശക്തിയുള്ള കുട്ടികളും അവിടുണ്ട്. അപ്പോഴാണ് ഒരു മരത്തിന് പിന്നിൽ നിന്ന് നിഗൂഢനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. അവർ നിന്നിരുന്നത് ഒരു കാട്ടുപാതയിലായിരുന്നു. അവർക്കായി ബസ്സുകളൊന്നും വരില്ലെന്നും അവരെ പുതിയ മാന്ത്രിക വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് താനെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ കുട്ടികളും തങ്ങളുടെ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് ആ മനുഷ്യനെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവർ സേജ് അക്കാഡമിയിലേക്ക് നേരിട്ടെത്തുന്ന ഒരു മാന്ത്രിക കവാടം കണ്ടെത്തി. ഒരു പോർട്ടൽ മരവള്ളികൾ വളഞ്ഞ് ഒരു കവാടം പോലെ രൂപപ്പെട്ടു നിൽക്കുകയായിരുന്നു. ആദ്യം അതുവഴി കടന്നത് അവരെ കൂട്ടാൻ വേണ്ടി എത്തിയ അതേ മനുഷ്യനാണ്. ആ പോർട്ടൽ വഴി അദ്ദേഹം കടന്ന് മാന്ത്രിക സ്കൂളിലേക്ക് എത്തി. പിന്നാലെ കുട്ടികളായി ആ കവാടം വഴി നേരെ സ്കൂളിലേക്ക് വന്നെത്തിക്കൊണ്ടിരുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ തങ്ങളുടെ ഫോണുകൾ പ്രവർത്തിക്കുന്നില്ലെന്നവർ മനസ്സിലാക്കി. മനോഹരമായ ഒരു സ്കൂൾ തന്നെയായിരുന്നു അത്. നിരവധി കുട്ടികൾ തങ്ങളുടെ മാന്ത്രിക ശക്തികൾ കൊണ്ട് അവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് സ്കൂൾ പ്രിൻസിപ്പൽ ലിൻഡ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കുട്ടികളുടെ ശക്തിക്കനുസരിച്ച് അവരെ 5 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കും എന്നവർ കുട്ടികളോട് വിശദീകരിച്ചു. ചില കുട്ടികൾക്ക് മൃഗങ്ങളോട് സംസാരിക്കാനുള്ള മാന്ത്രിക ശക്തിയാണുള്ളത്. ചിലർക്ക് കൈകൾ കൊണ്ട് വസ്തുക്കളെ ആകർഷിക്കാനും നിയന്ത്രിക്കാനും പറ്റും. ചിലർക്ക് തീ നിയന്ത്രിക്കാനും മറ്റുമുള്ള പവറുണ്ട്. മറ്റു ചിലർക്കാകട്ടെ പറക്കാനുള്ള കഴിവാണുള്ളത്. ചിലർക്ക് രൂപം മാറാനായിട്ടുള്ള കഴിവും. ക്ലാസുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് വന്നെത്തിയ കുട്ടികളെ അവരുടെ ശക്തിക്കനുസരിച്ച് ശരിയായ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്താൻ ഒരു പരീക്ഷ തന്നെയുണ്ടായിരുന്നു. ആദ്യം ഫ്ലയേഴ്സ് എന്ന വിഭാഗത്തിനുള്ള പരീക്ഷയാണ്. 2 മീറ്റർ അകലെയുള്ള ഒരു മെഴുകുതിരി അവരുടെ ശക്തി കൊണ്ട് കത്തിക്കുക എന്നതായിരുന്നു ആ പരീക്ഷ. തീ കൈകാര്യം ചെയ്യാൻ കഴിയുള്ള കുട്ടികളെയാണ് ആ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുക. ഫിലിപ്പ് എന്ന കുട്ടി ആദ്യമെത്തിയ പരീക്ഷയിൽ വിജയിച്ചു. അങ്ങനെ ഇലിയറ്റ് എന്ന പയ്യൻ തന്റെ ഊഴം വന്നപ്പോ മുമ്പിലേക്കെത്തി മെഴുകുതിരി കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ മെഴുകുതിരി കത്തിക്കാൻ ശ്രമിച്ചപ്പോ തീക്ക് പകരം പുക മാത്രമായിരുന്നു അവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് മാർക്കിടാനിരുന്ന പ്രൊഫസർമാരെ നിരാശരാക്കി. തുടർന്ന് റെയ്നയുടെ ഊഴമെത്തി. അവൾ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു തന്റെ ശക്തി പ്രകടമാക്കിയത്. തന്റെ ചെറുവിരൽ മാത്രം ഉപയോഗിച്ച് അവൾ ആ മെഴുകുതിരി കത്തിച്ചു. തന്നിൽ അസാമാന്യമായ ശക്തിയുണ്ടെന്ന് അവൾ അതിനോടകം തെളിയിച്ചിരുന്നു. അതിനുശേഷം ഫസീസ് എന്ന ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയായിരുന്നു. ഒരു നായയോട് സംസാരിക്കുകയും അതിന്റെ പ്രതികരണം മനസ്സിലാക്കുകയും വേണം. അതാണ് പരീക്ഷയുടെ രൂപം. നായ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കേ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ. കുട്ടികൾ അതിൽ പങ്കെടുത്തു. പലരും വിജയിച്ചു, ചിലർ പരാജയപ്പെട്ടു. 3ാമത്തെ പരീക്ഷ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വസ്തു തങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവർ ഒരു പൂച്ചട്ടി സ്വന്തം ശക്തി കൊണ്ട് അടുത്തേക്ക് വലിക്കണം. പെപ്പർ എന്ന പെൺകുട്ടി അത് ശ്രമിച്ചപ്പോ അത് വലിക്കുന്നതിന് പകരം അവൾ അത്രയും ശക്തിയോടെ അത് മറ്റൊരിടത്തേക്ക് തള്ളി. അത് നേരെ ചെന്ന് ചുവരിലിടിച്ചു തകർന്നു. അതുകൊണ്ട് അവൾ പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് പറക്കാനുള്ള പരീക്ഷയായിരുന്നു. കുട്ടികൾ 30 സെക്കൻഡിൽ വായുവിൽ ഉയർന്നു നിൽക്കണം. ആ കഴിവുള്ള കുട്ടികൾ അതിനുവേണ്ടി മത്സരിച്ചു. ആൻഡ്രേ എന്ന പയ്യനും പറക്കുന്ന ടീമിലേക്ക് എത്തിപ്പെടാൻ തന്റെ കഴിവ് പ്രകടമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ വേദിയിലെത്തി ഒന്നും ചെയ്യാതെ നിന്നു. ഒടുവിൽ പറക്കാനായി അധ്യാപകർ
അധ്യാപകർ പറഞ്ഞതോടെ അവൻ പുറത്തുനിന്ന് ഭാരമേറിയ ബാഗ് മാറ്റി. ഉടനടി അവൻ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അതും തീർത്തും നിയന്ത്രണമില്ലാതെ നേരെ മുകളിൽ സീലിംഗിൽ ചെന്നിടിച്ചു നിന്നു. താഴേക്ക് വരാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവന് തന്റെ പറക്കൽ കഴിവിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയില്ല. ഒടുവിൽ കോണിയൊക്കെ കൊണ്ടുവന്നായിരുന്നു അവനെ താഴെ ഇറക്കിയത്. അങ്ങനെയൊടുവിൽ നോറിയുടെ ഗ്രൂപ്പിന്റെ ഊഴമെത്തി. ഈ പരീക്ഷയിൽ അവർ ഒരു പൂച്ചയെ നോക്കി 6 സെക്കൻഡ് നേരത്തേക്ക് പൂച്ചയുടെ രൂപം സ്വീകരിച്ച് അതേ രൂപത്തിൽ തുടരണമായിരുന്നു. എന്നാൽ നോറി തന്റെ ശക്തി ഉപയോഗിച്ച നിമിഷം അവൾ ഒരു പൂച്ചയായി മാത്രമല്ല മാറിയത്. നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ പുറകിൽ ചിറകുകൾ മുളച്ചു. ഒരു സങ്കരയിനം ജീവിയായി അവൾ മാറി. ഇത് കണ്ട പ്രൊഫസർമാർ ഞെട്ടിപ്പോയി. കാരണം നോറിക്ക് തന്റെ മാന്ത്രിക ശക്തി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയതും. പക്ഷേ അവളും പരാജയപ്പെട്ടതായി മുദ്രകുത്തപ്പെട്ടു. പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ നോറിക്കും മറ്റുള്ളവരെ പോലെ ഒരു കാർഡ് ലഭിച്ചു. എല്ലാ കുട്ടികളും മൈതാനത്തൊത്തുകൂടി. തങ്ങളുടെ കാർഡുകൾ തുറന്നാൽ തങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. റെയ്ന തന്റെ കാർഡ് തുറന്നപ്പോ അവൾ ഫ്ലയേഴ്സ് ഗ്രൂപ്പിലാണെന്ന് കണ്ടു. അതവളെ അതീവ സന്തോഷവതിയാക്കി. എന്നാൽ നോറി തന്റെ കാർഡ് തുറന്നപ്പോ അവൾ അത് കണ്ട് സ്തംഭിച്ചു പോയി. സാധാരണയുള്ള ഗ്രൂപ്പ് പേരുകൾക്ക് പകരം അതിൽ UDM എന്ന് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. ഈ ഗ്രൂപ്പ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് നോറിക്കൊരു പിടുത്തവുമുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രിൻസിപ്പൽ കുട്ടികളോട് കഫറ്റീരിയയിൽ പോയി അവരുടെ ഗ്രൂപ്പിന്റെ യൂണിഫോം വാങ്ങാൻ പറഞ്ഞു. നോറി താൻ എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചു. കാട്ടിലേക്ക് നീളുന്ന UDM എന്ന് അടയാളപ്പെടുത്തിയ മറ്റൊരു വഴിയിലേക്കായിരുന്നു നോറി നയിക്കപ്പെട്ടത്. നോറി ആ വഴിയിലൂടെ നടന്നപ്പോൾ കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഒരു മരക്കെട്ടിടം. അവിടെ ബഡ് എന്നയാൾ അവളെ സ്വീകരിച്ചു. ഒരു ഭൂഗർഭ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. നോറി അകത്തേക്ക് കടന്നപ്പോ തന്നെപ്പോലെ പരീക്ഷയിൽ പരാജയപ്പെട്ട മറ്റു ചില കുട്ടികളെ അവിടെ കണ്ടു. ഈ കുട്ടികൾക്ക് മാന്ത്രികതയിൽ പരിശീലനം നൽകില്ലെന്നും പകരം സാധാരണ കുട്ടികളെപ്പോലെയാണ് അവർ പഠിപ്പിക്കപ്പെടുക എന്നും അവരുടെ അധ്യാപകൻ അവരോട് പറഞ്ഞു. സ്കൂളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കാട്ടിലൂടെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന അതേ വ്യക്തിയായിരുന്നു അവരെ പഠിപ്പിക്കാൻ എത്തിയതും. മറ്റുള്ളവരെ പോലെ തങ്ങൾക്ക് എന്തുകൊണ്ട് മാന്ത്രികത പഠിക്കാൻ കഴിയില്ല എന്നവൾ അദ്ദേഹത്തോട് ചോദിച്ചു. ആ സമയമാണ് പ്രിൻസിപ്പലിന്റെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ സത്യം വെളിപ്പെടുത്തി. UDM എന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ മാജിക് എന്നാണെന്നും അതായത് ശരിയായി പ്രവർത്തിക്കാത്തതും പ്രായോഗികമായി ഉപയോഗമില്ലാത്തതുമായ മാന്ത്രിക ശക്തിയുള്ള കുട്ടികളാണിവർ എന്നും അവർ പറഞ്ഞു. ആ കുട്ടികൾക്ക് അവരുടെ മാന്ത്രികത നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും അത് അപകടമേ ഉണ്ടാക്കുള്ളൂവെന്നും അതുകൊണ്ട് അവിടെ താമസിച്ച് UDMൽ പഠിച്ച് അവരുടെ മാന്ത്രിക ശക്തികൾ പതുക്കെ മറന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിലേക്ക് അവരെ നയിക്കുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുകയെന്നും ലിൻഡ വ്യക്തമാക്കി. പിന്നാലെ പ്രിൻസിപ്പൽ ലിൻഡ പഴയൊരു സംഭവത്തെക്കുറിച്ചും സംസാരിച്ചു. പണ്ട് അവരെ പോലെ റസൻ റോബർട്ട് എന്നൊരു പയ്യൻ അവിടെ എത്തിയിരുന്നു. മാജിക് പഠിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ടു പോയ അവൻ ഷാഡോ മാജിക് എന്ന ഒരു ദുഷ്ടശക്തിയുടെ സ്വാധീനത്തിലായി. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന അപകടകരമായ ഒരു മന്ത്രവാദമായിരുന്നു അത്. സ്ഥിതിഗതികൾ അത്രത്തോളം വഷളായതുകൊണ്ട് പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചേർന്ന് അവനെ ഒരു പ്രത്യേക മാന്ത്രിക പുസ്തകത്തിനുള്ളിൽ തളച്ചു. ഷാഡോ മാജിക്കിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ല. അതിനതിജീവിക്കാൻ ഒരു മനുഷ്യ ശരീരം ആവശ്യമാണ്. ഷാഡോ മാജിക് അതുകൊണ്ട് തന്നെ എപ്പോഴും ആ പുസ്തകത്തിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കാറുണ്ട്. അത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് UDM വിഭാഗത്തിലുള്ള കുട്ടികളെയാണെന്നും ലിൻഡ വിശദീകരിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതെന്നും അവരുടെ മാന്ത്രിക ശക്തികൾ അവർ മറന്നില്ലെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഷാഡോ മാജിക് അവരെ പിടികൂടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് ഇവിടെ അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാൻ അവരെ അനുവദിക്കാത്തതെന്നും മാറ്റി നിർത്തുന്നതെന്നും ലിൻഡ വ്യക്തമാക്കി. ഇതേസമയം മറുവശത്ത് അന്ന് തൊട്ട് തന്നെ തിരഞ്ഞെടുത്ത മറ്റ് ഗ്രൂപ്പുകളിലെ കുട്ടികൾക്ക് അവരുടെ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു. ആ സമയത്താണ് റെയ്ന ഒരു കാര്യം അറിയുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അക്കാഡമിയിൽ ഫൗണ്ടേഴ്സ് ഡേ എന്ന വലിയൊരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. ആ പ്രത്യേക അവസരത്തിൽ 5 കുട്ടികൾക്ക് അക്കാഡമി മുഴുവൻ കാണുന്ന രീതിയിൽ തങ്ങളുടെ മാന്ത്രിക ശക്തി പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കും. ഇതിനായി ഓരോ ഗ്രൂപ്പിൽ നിന്നും മികച്ച 2 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അവർ തമ്മിൽ മത്സരിക്കുകയും വേണം. അതിൽ വിജയിക്കുന്ന ആൾക്കായിരിക്കും സ്റ്റേജിൽ പ്രകടനം നടത്താൻ അവസരം കിട്ടുന്നത്. വൈകാതെ ഫ്ലയേഴ്സിന്റെ ആദ്യ ക്ലാസ് ആരംഭിച്ചു. പ്രൊഫസർ ആർഗോൺ റെയ്നയ്ക്ക് അന്നൊരു ജോലി നൽകി. അവിടെ ഒരു പാത്രത്തിൽ ചോളം വെച്ചിട്ടുണ്ട്. മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് അവൾ അത് പോപ്കോൺ ആക്കി മാറ്റണം. റെയ്നയ്ക്ക് ആദ്യം കുറച്ച് പരിഭ്രമം തോന്നിയെങ്കിലും അവൾ തന്റെ ശക്തി ശരിയായി ഉപയോഗിച്ചു. എന്നാൽ ആ സമയം ഫിലിപ്പ് അവളെ പരിഹസിക്കാൻ തുടങ്ങി. അത് റെയ്നയെ കൂടുതലായി പരിഭ്രമത്തിലാഴ്ത്തി. ആ പരിഭ്രാന്തിയുടെ നിമിഷത്തിൽ അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയും പോപ്കോൺ മുഴുവൻ കരിഞ്ഞു പോവുകയും ചെയ്തു. ഇത് കണ്ട പ്രൊഫസർ ആർഗോൺ അവളെ കഠിനമായി വഴക്ക് പറഞ്ഞു. അത് റെയ്നയെ കൂടുതൽ വിഷമിപ്പിച്ചു.
ആരംഭിച്ചു. ക്ലാസ്സിന് പുറത്തുനിന്ന് ചന്ദ്ര എന്നൊരു യുവതി ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു വിചിത്രമായ ചിരിയുണ്ടായിരുന്നു. അവളിതെല്ലാം ആസ്വദിക്കുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ ബട്ട് തന്റെ യുഡിഎം വിദ്യാർത്ഥികളെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി താൻ അവർക്കായി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഷെഡിന്റെ വാതിൽ തുറന്നപ്പോ അതിനകത്ത് കുറച്ച് ചൂലുകളുണ്ടായിരുന്നു. അത് കണ്ടതും നോറി ആവേശഭരിതയായി. അവൾ കണ്ട് ശീലിച്ച് കേട്ട കഥകളിലുള്ള പോലെ അത് പറക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ചൂലാണ് എന്നായിരുന്നു നോറി കരുതിയത്. അവൾ ഒരു ചൂലെടുത്ത് പുറത്തേക്കൂടി ചാടിയതിൽ കയറി പറക്കാൻ ശ്രമിച്ചു. പക്ഷേ പൊടുന്നനെ അവൾ താഴെ വീണു. അത് മാന്ത്രിക ചൂലൊന്നുമായിരുന്നില്ല, വെറും സാധാരണ ചൂലുകളായിരുന്നു. തോട്ടം വൃത്തിയാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ബഡ് ആ കുട്ടികളോടായി പറഞ്ഞു. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നതും. കുട്ടികൾ ബഡിനോട് അങ്ങനാണെങ്കിൽ എന്തിനാ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസമാണ് താൻ ആ പുതിയ ചൂലുകൾ വാങ്ങിയതെന്നും അതുകൊണ്ട് അത് പറഞ്ഞതാണെന്നുമായിരുന്നു ബഡിന്റെ മറുപടി. എന്തായാലും അതിനുശേഷം നോറി തന്റെ ചൂലുമായി മറ്റു കുട്ടികളുടെ ക്ലാസ് നടക്കുന്നിടത്തേക്ക് നടന്നു. അവിടെ ഒരു പ്രൊഫസർ ഒരു പ്രത്യേകതരം പൂച്ചയായി മാറാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളത് നോക്കിക്കണ്ടു. അവിടെ നിൽക്കുമ്പോഴാണ് വരാനിരിക്കുന്ന ഫൗണ്ടേഴ്സ് ഡേയിൽ ഒരു കുട്ടിക്ക് സ്കൂളിന് മുന്നിൽ മാന്ത്രിക വിദ്യ കാണിക്കാൻ അവസരം ലഭിക്കുമെന്ന കാര്യം നോറി മനസ്സിലാക്കുന്നത്. അത് കേട്ടപ്പോ തന്നെ അവൾ മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കി. താനും രഹസ്യമായി നന്നായി പരിശീലിക്കുമെന്നും തന്റെ കഴിവ് എല്ലാവർക്കും മുമ്പിൽ വെച്ച് തെളിയിക്കുമെന്നും അവൾ തീരുമാനിച്ചു. അങ്ങനെയായാൽ മറ്റുള്ളവരെ പോലെ തനിക്കും മാന്ത്രിക വിദ്യ പഠിക്കാൻ അവസരം ലഭിക്കും എന്നവൾ വിശ്വസിച്ചിരുന്നു. തുടർന്ന് നോറി പതുക്കെ ക്ലാസ്സിനടുത്തേക്ക് നീങ്ങി പൂച്ചയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പൂച്ചയായി മാറാൻ വേണ്ടി അതിന്റെ ഓരോ ചെറിയ ചലനങ്ങളും അടയാളങ്ങളും അവൾ മനഃപ്പാടമാക്കി. എന്നാൽ പെട്ടെന്ന് അവൾക്ക് വീണ്ടും തന്റെ ശക്തിയുടെ നിയന്ത്രണം നഷ്ടമായി. ഒരു പൂച്ചയായി മാറുന്നതിനു പകരം അവൾ വിചിത്രമായ ഒരു സങ്കരമൃഗമായി മാറി. ഇത് കണ്ട പ്രൊഫസർ ഉടൻ തന്നെ ബട്ടിനെ വിളിക്കുകയും നോറിയെ നിയന്ത്രിക്കാൻ പറയുകയും ചെയ്തു. പ്രിൻസിപ്പൽ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തു. അന്ന് ഉച്ചഭക്ഷണ സമയത്ത് താൻ ആ പൂച്ചയെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചുവെന്നും ഇനി തന്റെ ശരീരം നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രം മതിയെന്നും നോറി തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അതിനിടെ റെയ്നയും നോറിയെ ശ്രദ്ധിക്കുകയും അവളെ കാണാൻ താല്പര്യപ്പെട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. എന്നാൽ സ്കൂൾ നിയമപ്രകാരം വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ കുട്ടികൾ തമ്മിൽ അധികം ഇടപഴകാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രൊഫസർ ആർഗോൺ അവളെ തടഞ്ഞു. അതവൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ടാക്കിയിരുന്നു. നോറിയും അത് നോക്കിക്കാണുകയും ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ചോളത്തെ പോപ്കോൺ ആക്കാൻ ഫിലിപ്പ് മുമ്പിലേക്ക് വന്നിരുന്നു. ഫിലിപ്പ് തന്റെ ശക്തി ഉജ്ജ്വലമായി ഉപയോഗിക്കുകയും ചോളത്തെ എളുപ്പത്തിൽ പോപ്കോൺ ആക്കി മാറ്റുകയും ചെയ്തു. ഇത് കണ്ട പ്രൊഫസർ സന്തുഷ്ടനായി അവനെ ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥിയായി തിരഞ്ഞെടുത്തു. അതിനിടെ റെയ്ന ഇടനാഴിയിലൂടെ നടന്നു പോകുമ്പോ ചന്ദ്ര അവളുടെ അടുത്ത് വരികയും അവളുമായി കൂട്ടിമുട്ടുകയും ചെയ്തു. അവളെ ഒരുപാട് പുകഴ്ത്തി ചന്ദ്ര സംസാരിച്ചു. അവളുടെ മാന്ത്രിക ശക്തി താൻ കണ്ടെന്നും അത് മികച്ചു നിന്നിരുന്നു എന്നും ചന്ദ്ര പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി ചന്ദ്ര കൂട്ടിച്ചേർത്തു. അവളുടെ ശക്തി മികച്ചതാക്കണമെന്ന് അവൾക്കുണ്ടെങ്കിൽ അവളെ സഹായിക്കാൻ തനിക്ക് പറ്റുമെന്നായിരുന്നു ചന്ദ്ര പറഞ്ഞത്. റെയ്നയ്ക്ക് എങ്ങനെയും മികച്ച വിദ്യാർത്ഥിയാകണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി വൈകിയും അവൾ ലൈബ്രറിയിലിരുന്ന് മാജിക്കിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഒന്ന് സംഭവിച്ചത്. പെട്ടെന്നൊരു കറുത്ത പുസ്തകം അലമാരയിൽ നിന്ന് താനെ താഴെ വീണു. റെയ്ന അതെടുത്തപ്പോ അത് ഷാഡോ മാജിക് പുസ്തകമാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് തുറന്ന നിമിഷം ലൈബ്രറിയിലെ ലൈറ്റുകളെല്ലാം അണയുകയും അന്തരീക്ഷം ഭയാനകമാവുകയും ചെയ്തു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ റെയ്ന വേഗം ആ പുസ്തകമടച്ച് തിരികെ അവിടെ വെച്ചു. അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. എന്നാൽ ആ പുസ്തകം അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. മറുഭാഗത്ത് നോറിയാകട്ടെ തന്റെ ഹോസ്റ്റലിൽ സുഹൃത്തുക്കളോടൊപ്പം പൂച്ചയായി മാറാൻ പരിശീലിക്കുകയായിരുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും 3 സെക്കൻഡിന് ശേഷം അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും വിചിത്ര സങ്കരയിനം മൃഗങ്ങളായി അവൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം റെയ്ന ജനലിലൂടെ നോക്കിയപ്പോ നോറിയെ കണ്ടു. നോറി അവളുടെ പുതിയ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ നടക്കുകയായിരുന്നു. അത് കണ്ടപ്പോ നോറി തന്നെ മറക്കുകയാണെന്ന് ചിന്തിച്ച് റെയ്നയ്ക്ക് സങ്കടം തോന്നി. ആ നിമിഷം തന്നെ ആ ഷാഡോ മാജിക് പുസ്തകം പെട്ടെന്ന് താനെ തുറക്കുകയും അതിലെ താളുകൾ തനിയെ മറിയാൻ തുടങ്ങുകയും ചെയ്തു. ഒളിഞ്ഞിരിക്കുന്ന ശക്തികളെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു രീതി അതിൽ എഴുതപ്പെട്ടിരുന്നു. ആ അധ്യായത്തിലായിരുന്നു താളുകൾ മറിയുന്നത് അവസാനിച്ചത്. റെയ്ന അത് വായിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അവൾക്ക് ചുറ്റും ഒരു കറുത്ത പുക രൂപപ്പെടാൻ ആരംഭിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അത് അവളുടെ ശരീരത്തിനുള്ളിലേക്ക് നേരിട്ട് പ്രവേശിച്ചു.
കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാ പുതിയ വിദ്യാർത്ഥികളും ഒരു വലിയ ഹാളിൽ ഒത്തുകൂടി. അന്ന് ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും അത് കാണാനെത്തിയിരുന്നു. ആദ്യം ഫ്ലയേഴ്സിന്റെ ഊഴമായിരുന്നു. ഫിലിപ്പും റെയ്നയും മുഖാമുഖം നിന്ന് മത്സരിച്ചു. താൻ എളുപ്പത്തിൽ വിജയിക്കും എന്ന് ഫിലിപ്പിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ റെയ്ന അവിശ്വസനീയമായി ഒന്നു ചെയ്തു. ചോളം പോപ്കോണാക്കി മാറ്റുന്ന ആ മത്സരത്തിൽ അത്ഭുതകരമായ രീതിയിലായിരുന്നു അവൾ പോപ്കോൺ ഉണ്ടാക്കിയത്. പ്രൊഫസർ ആർഗോൺ അത് രുചിച്ചു നോക്കി. അത് അത്രമേൽ രുചികരമായിരുന്നു. അതിന്റെ പേരിൽ ആർഗോൺ അതീവ സന്തുഷ്ടയാവുകയും ചെയ്തു. ഒടുവിൽ ഫൗണ്ടേഴ്സ് ഡേയിൽ മാന്ത്രിക വിദ്യ അവതരിപ്പിക്കാൻ ഫ്ലയേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് റെയ്ന തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സമയമാണ് നോറിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. താൻ തന്റെ ശക്തി മെച്ചപ്പെടുത്താൻ ദിവസങ്ങളായി പരിശീലിക്കുകയാണ് എന്നവൾ എല്ലാവരോടുമായി പറഞ്ഞു. സ്വയം തെളിയിക്കാൻ അവൾ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർമാർക്ക് മുമ്പിൽ ചോദിച്ചു. ഒടുവിൽ അവസരം കിട്ടിയപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ഒരു പൂച്ചയായി മാറി. പ്രൊഫസർ സമയമളക്കാൻ തുടങ്ങി. എന്നാൽ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോ അവൾക്കത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവളുടെ പുറകിൽ നിന്നും പെട്ടെന്ന് ചിറകുകൾ മുളച്ചു. വീണ്ടും നിയന്ത്രണം നഷ്ടപ്പെട്ട നോറി ഏറെ വിചിത്രമായ സങ്കരമൃഗമായി മാറിക്കൊണ്ടിരുന്നു. നോറി അത് കണ്ടു വല്ലാതെ ഭയന്നിരുന്നു. ആ സമയം റെയ്ന തന്റെ സുഹൃത്തിനെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഷാഡോ മാജിക് പുസ്തകം വായിച്ചതുകൊണ്ട് തന്നെ അവളുടെ ശക്തി മുൻപത്തേക്കാളേറെ അപകടകരമായി മാറിയിരുന്നു. പെട്ടെന്ന് അവൾക്കും നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു വലിയ തീഗോളം രൂപപ്പെട്ട് അത് നേരെ നോറിക്ക് നേരെ കുതിച്ചു ചെല്ലുകയും ചെയ്തു. നോറി അതിനെ അതിജീവിക്കില്ല എന്നെല്ലാവർക്കും തോന്നി. എന്നാൽ ആ നിമിഷം അവൾ തന്റെ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചെത്തി. റെയ്ന ഉടൻ തന്നെ അവൾക്കടുത്തെത്തി അവളോട് ക്ഷമ ചോദിച്ചു. ബഡ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ബഡ് നോറിയെ ശാന്തയാക്കാൻ സഹായിച്ചു. നടന്ന കാര്യങ്ങൾ കണ്ട് പ്രിൻസിപ്പൽ ലിൻഡ അതീവ ദേഷ്യത്തിലായി കഴിഞ്ഞിരുന്നു. നോറിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതിരുന്ന അവർ നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടും എന്നവർ ബഡിന് കർശന മുന്നറിയിപ്പ് കൊടുത്തു. അതിനുശേഷം നോറിയും സുഹൃത്തുക്കളും UDM ആസ്ഥാനത്തേക്ക് മടങ്ങി. തങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മാന്ത്രിക വിദ്യ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച് അവരെല്ലാവരും വലിയ വിഷമത്തിലാവുകയും ചെയ്തു. അപ്പോഴാണ് ബഡ് പണ്ട് തങ്ങളെപ്പോലെ ഒരു UDM വിദ്യാർത്ഥിയായിരുന്നുവെന്ന സത്യം അവർ ബഡിൽ നിന്ന് തന്നെ കേൾക്കുന്നത്. ആ കുട്ടികളുടെ വേദന മനസ്സിലാക്കിയ അദ്ദേഹത്തിന് അവരെ അങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തോന്നി. അദ്ദേഹം ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോയി. തനിക്ക് ഈ ജോലിയിൽ സന്തോഷമില്ലെന്നും അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ തകരുന്നത് നോക്കി നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം അവരോടായി പറഞ്ഞു. അതിനാൽ ഇനി മുതൽ താൻ അവരുടെ യഥാർത്ഥ കഴിവുകളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നവരെ പഠിപ്പിക്കുമെന്ന് അവരോടായി പറഞ്ഞു. തുടർന്ന് ബഡ് അപ്രതീക്ഷിതമായി ഒന്നു ചെയ്തു. പ്രത്യേക രീതിയിൽ അദ്ദേഹം പാടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് കാട്ടിലൊട്ടനവധി മൃഗങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും ഒത്തുകൂടി. ബഡ് ഒരു ഫസി ടൈപ്പ് UDM ആയിരുന്നുവെന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. എന്നാൽ മൃഗങ്ങളോട് സംസാരിക്കുന്നതിന് പകരം പാട്ടിലൂടെയാണ് അദ്ദേഹം അവരോട് ആശയവിനിമയം നടത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ തന്റെ മാന്ത്രികത മറന്നുപോവാതിരിക്കാൻ അദ്ദേഹം രഹസ്യമായി എപ്പോഴും കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് പരിശീലിക്കാറുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എല്ലാ കുട്ടികൾക്കും അവരുടെ മാന്ത്രിക ശക്തി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായി. തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ തനതായ ശക്തികൾ മനസ്സിലാക്കാനും അവ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ബഡ് തങ്ങളെ സഹായിക്കുമെന്ന് അവർക്കൊരു വിശ്വാസം തോന്നി. ബഡ് ആ വിശ്വാസം ഉറപ്പായി അവർക്ക് നൽകുകയും ചെയ്തു. അന്നവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ നോറി അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. റെയ്നയുടെ മാന്ത്രികതയിൽ തീർച്ചയായും എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. സത്യം കണ്ടെത്താൻ അവൾ റെയ്നയെ കാണാൻ തീരുമാനിച്ചു. ഇതേസമയം റെയ്നയാകട്ടെ തന്റെ മുറിയിലേക്ക് എത്തുകയായിരുന്നു. റെയ്ന മുറിയിലെത്തിയപ്പോ ചന്ദ്ര ആ ഷാഡോ മാജിക് പുസ്തകവുമായി അവിടെ നിൽക്കുന്നത് അവൾ കണ്ടു. ആ പുസ്തകം കാരണമാണ് ഇന്ന് റെയ്നയുടെ ശക്തി അത്രത്തോളം വർദ്ധിച്ചതെന്ന് ചന്ദ്ര പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ പുസ്തകം കാരണമാണ് നോറിയുടെ ജീവൻ അപകടത്തിലായതെന്ന് റെയ്നയ്ക്ക് മനസ്സിലായി. ദേഷ്യത്തോടെ അവൾ ചന്ദ്രയോട് ആ പുസ്തകവുമായി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്നാൽ ചന്ദ്ര പോയ ഉടൻ തന്നെ ആ പുസ്തകം മാന്ത്രികമായ ആ മുറിയിലേക്ക് തന്നെ തിരിച്ചെത്തി. റെയ്ന ദേഷ്യത്തോടെ വാതിൽ തുറന്നപ്പോ നോറിയത അവിടെ നിൽക്കുന്നു. നോറിയെ കണ്ടയുടൻ റെയ്ന അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഷാഡോ മാജിക്കിനെ കുറിച്ചുള്ള സത്യം നോറി അറിഞ്ഞു കാണുമോ എന്ന് റെയ്ന ഉള്ളിൽ ഭയപ്പെട്ടു. ആ ഭയം കാരണം അവൾ നോറിയെ തന്റെ മുറിയിൽ അധിക നേരം നിൽക്കാൻ അനുവദിച്ചില്ല. വേഗം അവളെ മടക്കി അയച്ചു. അടുത്ത ദിവസം രാവിലെ വാഗ്ദാനം ചെയ്തതുപോലെ ബഡ് കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ആരംഭിച്ചു. ആദ്യം അദ്ദേഹം ആൻഡ്രയുടെ അരയിൽ ഒരു പൈപ്പ് കെട്ടിയിട്ട് ഒരു നിശ്ചിത ഉയരത്തിൽ ഉയർന്നു പൊങ്ങി സ്വയം നിയന്ത്രിക്കാൻ പറഞ്ഞു. അവൻ തന്റെ ഭാരമുള്ള ബാഗ് മാറ്റിയപ്പോ വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയെങ്കിലും ഇത്തവണ അവൻ പതുക്കെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പരിശീലനം തുടർന്നപ്പോ എല്ലാ കുട്ടികളും തങ്ങളുടെ സവിശേഷമായ കഴിവുകളെ പതിയെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. മറ്റുള്ളവരെ പോലെ തികഞ്ഞവരാവാൻ ശ്രമിക്കുന്നതിനു പകരം സ്വന്തമായി അവർക്കുള്ള കഴിവുകളിൽ അതിനെ നിയന്ത്രിച്ച്
ഉപയോഗിച്ച് ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചു. ഏലിയറ്റ് ആകട്ടെ തന്റെ കയ്യിൽ നിന്ന് തീ വരുന്നതിന് പകരം പുകയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ പുക ഉപയോഗിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കാനും പല കാര്യങ്ങളും നിയന്ത്രിക്കാനും ശ്രമിച്ചു. പെപ്പറാകട്ടെ വസ്തുക്കളെ നിയന്ത്രണത്തോടെ തള്ളി നീക്കാനായി പഠിച്ചു. നൂറിയും മാറാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവൾ ഒരു മൃഗത്തിൽ മാത്രം ഒതുങ്ങാതെ 3-4 മൃഗങ്ങളെ സംയോജിപ്പിച്ച് പുതിയ സങ്കരരൂപങ്ങൾ നിർമ്മിച്ചു. പതുക്കെ ആ സങ്കരരൂപമുള്ള മൃഗങ്ങളിൽ തന്റെ നിയന്ത്രണം നേടിയെടുക്കുകയും ചെയ്തു. അവരിങ്ങനെ ഒന്നിച്ച് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദവും വളരെയധികം വളർന്നു. തങ്ങളുടെ കഴിവുകളിലും മാന്ത്രിക ശക്തിയിലും അവർക്ക് പൂർണ്ണ വിശ്വാസം തോന്നി. ഇതേസമയം ഇതൊക്കെ ദൂരെ നിന്ന് റൈന നോക്കിക്കണ്ടിരുന്നു. വീണ്ടും അവൾക്ക് മുമ്പിൽ ചന്ദ്ര പ്രത്യക്ഷപ്പെട്ടു. റൈന ചന്ദ്രയോട് പോകാൻ പറഞ്ഞു. എന്നാൽ ഷാഡോ മാജിക് പുസ്തകം ഉപയോഗിച്ചതിനാൽ ചന്ദ്രയും റൈനയും തമ്മിൽ അപകടകരമായ ഒരു ബന്ധം രൂപപ്പെട്ടിരുന്നു. ചന്ദ്രയെ മറ്റാർക്കും കാണാൻ കഴിയില്ല എന്നതായിരുന്നു ഞെട്ടിക്കുന്ന വസ്തുത. റൈനയെന്ന് ചന്ദ്രയോട് പോവാൻ പറഞ്ഞപ്പോ റൈന ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറ്റു കുട്ടികൾ ചോദിച്ചു. അപ്പോൾ മാത്രമായിരുന്നു റൈനക്കാര്യം മനസ്സിലായതും. ഭയന്ന റൈന നേരെ മുറിയിലേക്ക് ഓടി. എന്നാൽ ചന്ദ്ര അവളെ വെറുതെ വിട്ടില്ല. റൈനയുടെ ശക്തി മറ്റാരെക്കാളും വലുതാണെന്ന് പറഞ്ഞ് അവൾക്കടുത്തെത്തി അവൾ റൈനയെ പ്രകോപിപ്പിച്ചു. ഭയം വെടിഞ്ഞ് കറുത്ത ശക്തിയെ സ്വീകരിക്കാൻ അവൾ റൈനയെ പ്രേരിപ്പിച്ചു. സാവധാനം റൈന അവളുടെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ടു. ഭയം മാറി ആ ബ്ലാക്ക് മാജിക്കിനെ സ്വീകരിക്കാൻ അവൾ തീരുമാനിച്ചു. ആ നിമിഷം നോറി അവിടെയെത്തി. ഒരു ദുഷ്ടശക്തി റൈനയെ വലയം ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഷാഡോ മാജിക് UDM വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതല്ലെന്നും അതാരെയും കീഴ്പ്പെടുത്തുമെന്നും അവൾക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. റൈന ഇപ്പോൾ പൂർണ്ണമായും ഷാഡോ മാജിക്കിന്റെ നിയന്ത്രണത്തിലാണ്. അവളുടെ ശബ്ദം പോലും മാറിപ്പോയിരുന്നു. ഭയാനകമായ സ്വരത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, ഉടൻ തന്നെ സ്കൂൾ മുഴുവൻ താൻ നശിപ്പിക്കും. ജീവൻ വേണമെങ്കിൽ നോറിയുടൻ അവിടെ നിന്ന് പോകണമെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. അത് കണ്ടേറെ ഭയന്നുപോയിരുന്ന നോറി ബഡിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ വിവരം എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പലിനെ അറിയിക്കണം എന്നവർ പറഞ്ഞെങ്കിലും ബഡ് അവരെ തടഞ്ഞു. ലിൻഡ ഇത് വിശ്വസിക്കില്ലെന്നും അടുത്ത ദിവസം വരെ കാത്തിരിക്കണം എന്നുമായിരുന്നു ബഡ് അവരോട് വ്യക്തമാക്കിയത്. അടുത്ത ദിവസമാണ് ഫൗണ്ടേഴ്സ് ഡേ നടക്കുന്നത്. ആ ദുഷ്ടശക്തി അവിടെത്തി എല്ലാവരെയും ആക്രമിക്കുമെന്ന് ബഡിന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഫൗണ്ടേഴ്സ് ഡേ മീറ്റിംഗിനായി എല്ലാവരും ഗാർഡനിൽ ഒത്തുചേർന്നു. പ്രിൻസിപ്പൽ ലിൻഡ റൈനയെ സ്റ്റേജിലേക്ക് അവളുടെ മാന്ത്രിക ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. ആദ്യം തീ കൊണ്ട് വായുവിൽ അക്ഷരങ്ങൾ ഉണ്ടാക്കി റൈനയെവരെയും അഭിവാദ്യം ചെയ്തു. എന്നാൽ പെട്ടെന്നായിരുന്നു അന്തരീക്ഷം മാറിമറിഞ്ഞത്. അവൾ കയ്യിൽ ഒരു വലിയ തീഗോളമുണ്ടാക്കി. അതിന്റെ നിഴൽ ആ ഗാർഡൻ മുഴുവൻ വ്യാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം താനിതാ തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊരു ഭയാനകമായ ശബ്ദം അവളിൽ നിന്നും മുഴങ്ങി വരാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ പിടികൂടിയ അതേ ഷാഡോ മാജിക്കാണ് അതെന്ന് പ്രൊഫസർമാർക്ക് മനസ്സിലായി. സ്ഥിതി വല്ലാതെ വഷളാവുകയായിരുന്നു. രാക്ഷസരൂപം പൂണ്ട് ഷാഡോ മാജിക്കിനെ തടയാൻ ആർക്കും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രൊഫസർ ആർഗോണും വിദ്യാർത്ഥികളും തീ കൊണ്ട് ആക്രമിച്ചെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടികൾ മൃഗങ്ങളെ വിളിച്ചെങ്കിലും ഷാഡോ മാജിക്കിനെ കണ്ട് അവയെല്ലാം ഭയന്ന് തിരികെ പോയി. മറ്റു കുട്ടികളും തങ്ങളുടെ ശക്തി ഉപയോഗിച്ചെങ്കിലും ആർക്കും ഷാഡോ മാജിക്കിനെ തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് UDM കുട്ടികൾ മുന്നോട്ടേക്ക് വന്നത്. പെപ്പർ തന്റെ ശക്തി കൊണ്ട് ആ രാക്ഷസനെ പിന്നിലേക്ക് തള്ളി. ഏലിയറ്റ് പുക കൊണ്ട് ഒരു പുകമറ തീർത്തു. ഒരു മതിൽ തന്നെ സൃഷ്ടിച്ചു. അതോടെ ഷാഡോ മാജിക്കിനൊന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ്രയാകട്ടെ വായുവിലൂടെ പറന്ന് അതിന്റെ ശ്രദ്ധ തിരിച്ചു. ആ സമയം അങ്ങോട്ടേക്കെത്തിയ നോറി ഒരു ഭയാനകമായ സങ്കരമൃഗമായി മാറി. അതിന്റെ മുന്നിൽ ചെന്ന് നിന്നു. എല്ലാവരോടും ഒരുമിച്ച് ആക്രമിക്കാൻ പ്രിൻസിപ്പൽ ഉത്തരവിട്ടെങ്കിലും നോറി അവരെ തടഞ്ഞു. കാരണം രാക്ഷസരൂപം പൂണ്ട ഷാഡോ മാജിക്കിനുള്ളിൽ തന്റെ സുഹൃത്ത് റൈനയാണെന്ന് അവൾക്കറിയാമായിരുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനുറച്ച് നോറി അതിനെ എതിരിട്ടു. രാക്ഷസരൂപം അവളെ ആക്രമിക്കാൻ തുടങ്ങിയ നിമിഷം അതിനുള്ളിൽ ശക്തമായൊരു സ്ഫോടനം നടന്നു. അത് പൊടുന്നനെ നശിച്ചുപോയി. യഥാർത്ഥത്തിൽ അവസാന നിമിഷം തന്റെ ഉള്ളിൽ കടന്നുകൂടിയ ദുഷ്ടശക്തിയെ ഉള്ളിൽ നിന്ന് തന്നെ തോൽപ്പിക്കുകയായിരുന്നു. അവൾ തന്റെ ആത്മാവിനെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്തിരുന്നു. നോറി അത് ഉപദ്രവിക്കാൻ പോകുന്നത് കണ്ടപ്പോഴായിരുന്നു അവൾക്ക് ആ പ്രചോദനമുണ്ടായത്. റൈന പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടു. ഷാഡോ മാജിക് നശിക്കുകയും ചെയ്തു. അത് കണ്ടതും ആശ്വാസത്തോടെ നോറി ഓടിച്ചെന്ന് റൈനയെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും സന്തോഷിച്ച് ആശ്വസിച്ച ഒരു നിമിഷമായിരുന്നു അത്.
ഒടുവിൽ UDM കുട്ടികൾ ഒന്നുചേർന്നാണ് സ്കൂളിനെ രക്ഷിച്ചത് എന്ന കാര്യം അവിടെ ചർച്ചാ വിഷയമായി. തങ്ങളുടെ സവിശേഷമായ ശക്തികളും പ്രത്യേകതയുള്ളതാണെന്ന് അവർ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുകയും ചെയ്തിരുന്നു. അതോടെ UDM പ്രോഗ്രാം നിർത്തലാക്കപ്പെട്ടു. എല്ലാ കുട്ടികളും ഒരുമിച്ച് മാന്ത്രികവിദ്യ പഠിക്കട്ടെ എന്ന് പ്രൊഫസർമാരും മറ്റും ചേർന്ന് തീരുമാനിച്ചു. ബട്ടിനെയാകട്ടെ പുതിയ രീതിയിൽ മാന്ത്രികവിദ്യ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഒരു പ്രൊഫസറായി നിയമിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ കുട്ടികളുടെ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.